ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 6 മാസ് മൂവ്മെൻറ്റ് ഫോർ ഫ്രീഡം എന്നതിൻ്റെ 7 പാർട്ടാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഭാഗം കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. അപ്പോൾ ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഫോം ചെയ്യാനുള്ള രണ്ട് പ്രധാന കാരണം, ഒന്ന് റഷ്യൻ റവല്യൂഷൻ്റെ വിജയമായിരുന്നു. 1917 റഷ്യൻ റവല്യൂഷൻ വിജയിച്ചു. ആ ഒരു സമയം സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ജനങ്ങളിൽ കൂടുതൽ സ്വാധീനമുണ്ടാക്കിയ ഒരു കാലഘട്ടമാണ്. അപ്പോൾ സോഷ്യലിസ്റ്റ് ഐഡിയാസും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഫോം ചെയ്യുന്നതിന് ഒരു പ്രധാന കാരണമായി മാറി. അതിൻ്റെ ആദ്യത്തെ സെക്രട്ടറിയാണ് ജയപ്രകാശ് നാരായണൻ. കോൺഗ്രസിലുള്ള ആളുകൾ തന്നെയായിരുന്നു ഈ ഒരു പാർട്ടിയിൽ ഉണ്ടായിരുന്നത്. ടു എസ്റ്റാബ്ലിഷ് സോഷ്യലിസ്റ്റ് സൊസൈറ്റി, ഒരു സോഷ്യലിസ്റ്റ് സൊസൈറ്റി സ്ഥാപിക്കുക എന്നതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. അതുപോലെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് വർക്കേഴ്സിനെ, പെസൻസിനെ എല്ലാം തന്നെ ഓർഗനൈസ് ചെയ്യാൻ കഴിഞ്ഞു. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ഭാഗമാണ് പെസൻ മൂവ്മെൻറ്റ്, കർഷകരുടെ പ്രക്ഷോഭങ്ങൾ. ഇപ്പോൾ ഗാന്ധിജിക്ക് പെസൻസിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ വളരെയധികം മനസ്സിലാക്കിയ ഒരാളാണ് ഗാന്ധിജി. സോ ഗാന്ധിജി റെക്കഗ്നൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പെസൻ പാർട്ടിസിപ്പേഷൻ. അപ്പോൾ ഇവിടെ പെസൻസ് തന്നെ അവരൊറ്റയ്ക്ക് പുതിയ ഓർഗനൈസേഷനൊക്കെ ഉണ്ടാക്കുകയാണ്. അവരൊന്നിച്ച് സമ്മേളിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഫോം ചെയ്തിട്ടുള്ള ഓർഗനൈസേഷനാണ് കിസാൻ സഭാസ്. 1936 ഫോം ചെയ്തിട്ടുള്ള ഓൾ ഇന്ത്യ കിസാൻ സഭ. അത് ചരിത്രത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്, ഓൾ ഇന്ത്യ കിസാൻ സഭ. അപ്പോൾ അവർ കർഷകർ ഒന്നിച്ച് തന്നെ ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്തിട്ടുള്ളതാണ് ഓൾ ഇന്ത്യ കിസാൻ സഭാസ്. അപ്പോൾ അവരുടെ പ്രധാന പ്രശ്നങ്ങൾ നമുക്കറിയാം. എക്സസീവ് ടാക്സേഷൻ, എവിക്ഷൻ, എക്സ്പ്ലോയിറ്റേഷൻ ബൈ ലാൻഡ് ലോഡ്സ് മുതലായവയായിരുന്നു കർഷകരുടെ പ്രശ്നങ്ങൾ. അപ്പോൾ ഇതിൽ നിന്നെല്ലാം അവർക്കൊരു രക്ഷ വേണം. അങ്ങനെ ഫോം ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻസ് ആണ് കിസാൻ സഭാസ്. അങ്ങനെ ഈ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും പല ഓർഗനൈസേഷൻ ഫോം ചെയ്തു. അത്തരത്തിലൊന്നാണ് ബംഗാളിലെ തെബാഗ മൂവ്മെൻറ്റ്, അതേപോലെ ആന്ധ്രാപ്രദേശിലെ തെലങ്കാന മൂവ്മെൻറ്റ്. ബംഗാളിലെ തെബാഗ മൂവ്മെൻറ്റ് ആൻഡ് ആന്ധ്രാപ്രദേശിലെ തെലങ്കാന മൂവ്മെൻറ്റ്. ഉത്തർപ്രദേശിലെ അവധ് എന്ന സ്ഥലത്തുള്ള പെസൻസ് മൂവ്മെൻറ്റാണ് ഏക മൂവ്മെൻറ്റ്. ഏക മൂവ്മെൻറ്റ് അവധിലെ ഒരു മൂവ്മെൻറ്റാണ്. കർഷകരുടെ ഒരു പ്രക്ഷോഭമായിരുന്നു ഏക മൂവ്മെൻറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് അവരുടെ പ്രക്ഷോഭങ്ങൾ എവിടെയൊക്കെ ഉണ്ടായിരുന്നു എന്ന കാര്യങ്ങളാണ്. അതായത് ബംഗാൾ, ആന്ധ്രാപ്രദേശ്, ഉത്തർപ്രദേശ് എന്നീ സ്ഥലങ്ങളിലുള്ള കർഷക മുന്നേറ്റങ്ങൾ. ബംഗാളിലെ തെബാഗ മൂവ്മെൻറ്റ്, ആന്ധ്രാപ്രദേശിലെ തെലങ്കാന മൂവ്മെൻറ്റ്, ഉത്തർപ്രദേശിലെ ഏക മൂവ്മെൻറ്റ്. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ കിസാൻ സഭ ഫോം ചെയ്തു 1936. അങ്ങനെ 1940 ഒക്കെ ആകുമ്പോഴത്തേക്കും കർഷകരുടെ ലഹളകളൊക്കെ, പ്രക്ഷോഭങ്ങളൊക്കെ വളരെ ഉച്ചസ്ഥായിലാവുകയാണ്. അങ്ങനെ കർഷകരും നമ്മുടെ ഫ്രീഡം മൂവ്മെൻറ്റിൽ വളരെയധികം പങ്കുവഹിച്ചു. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നതാണ് ലേബറേഴ്സ് ഗെറ്റിംഗ് ഓർഗനൈസ്ഡ്. മോഡേൺ ഇൻഡസ്ട്രിയുടെ വരവോടുകൂടി വർക്കേഴ്സ് പുതിയൊരു വർക്കിംഗ് ക്ലാസ് ഉടലെടുത്തു. മോഡേൺ വർക്കിംഗ് ക്ലാസ് ഫോം ചെയ്തു. വിത്ത് ദ അഡ്വെൻറ്റ് ഓഫ് മോഡേൺ ഇൻഡസ്ട്രീസ് എ മോഡേൺ വർക്കിംഗ് ക്ലാസ് എമേർജ്. സോ ഈ വർക്കിംഗ് ക്ലാസ്സിന് പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവരുടെ വേജസ് വളരെ കുറവായിരുന്നു. അതുപോലെ തന്നെ വർക്കിംഗ് അവേഴ്സ് വളരെ കൂടുതലായിരുന്നു. സ്ത്രീകളും കുട്ടികളും വളരെയധികം ചൂഷണം ചെയ്യപ്പെട്ടു. അങ്ങനെ വർക്കേഴ്സിന് വേണ്ടി ഫോം ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് AITUC, ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്. AITUC, ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്. ഇപ്പോൾ വർക്കേഴ്സിനായി ഫോം ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്, ഒരു ലേബർ ഓർഗനൈസേഷനാണ് ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്. ഇന്ത്യയിൽ ഫോം ചെയ്തിട്ടുള്ള ആദ്യത്തെ ലേബർ ഓർഗനൈസേഷനാണ് AITUC. ഇപ്പോൾ ദേശീയ തലത്തിൽ വർക്കേഴ്സിനായി ആദ്യമായി രൂപം കൊണ്ട ഓർഗനൈസേഷനാണ് AITUC. നെക്സ്റ്റ് ടോപ്പിക്, ക്വിറ്റ് ഇന്ത്യ. അപ്പോൾ ഇവിടെ സെക്കൻഡ് വേൾഡ് വാർ അവസാനിച്ചു. അതിനുശേഷം ബ്രിട്ടന് ഇന്ത്യയുടെ സപ്പോർട്ട് ആവശ്യമേ വന്നു. സോ ബ്രിട്ടൻ നീഡഡ് ഇന്ത്യ സപ്പോർട്ട്. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ സർ സ്റ്റാഫോർഡ് ക്രിപ്സ് വന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കാരണം ഒന്നും തന്നെ ഇവിടെ നടന്നില്ല. അങ്ങനെ നമ്മൾ അവസാനമായിട്ടൊരു ഫൈനൽ മാസ് മൂവ്മെൻറ്റ് നടക്കുകയാണ്, ക്വിറ്റ് ഇന്ത്യ. അപ്പോൾ ഗാന്ധിജി പബ്ലിക്കിനെ അഡ്രസ്സ് ചെയ്തു, ഒന്നുകിൽ മരിക്കുക അല്ലെങ്കിൽ ജീവിക്കുക, ഡു ഓർ ഡൈ. അപ്പോൾ 1942 ഗാന്ധിജി പബ്ലിക്സിനെ, ജനങ്ങളോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ ഒന്നുകിൽ മരിക്കുക അല്ലെങ്കിൽ ജീവിക്കുക. ജനങ്ങളോട് ഗാന്ധിജി പറഞ്ഞ കാര്യം നമുക്കിവിടെ നൽകിയിട്ടുണ്ട്, അതെന്ന് നോക്കാം. ഹിയർ ഈസ് എ മന്ത്ര, എ ഷോർട്ട് വൺ ദാറ്റ് ഐ ഗീവ് യു. ദ മന്ത്ര ഈസ് ഡു ഓർ ഡൈ. വി ഷാൽ ഐദർ ഫ്രീ ഇന്ത്യ ഓർ ഡൈ ഇൻ ദ അറ്റംപ്റ്റ്. അപ്പം ഗാന്ധിജി ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ രാജ്യത്തിന് വേണ്ടി മരിക്കുക അല്ലെങ്കിൽ ജീവിക്കുക. അപ്പോൾ ഈ ഒരു സ്പീച്ചോടുകൂടി നമ്മുടെ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം തുടങ്ങുകയാണ്. 1942 ഈ ഒരു സ്പീച്ച് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഇത് ടാർഗറ്റ് ചെയ്ത ഏരിയാസ്
പോസ്റ്റ് ഓഫീസ്, ടെലഗ്രാഫ്, റെയിൽവേ സ്റ്റേഷൻ മുതലായവയായിരുന്നു. അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ആളുകളും, സ്റ്റുഡൻസ്, വർക്കേഴ്സ്, യൂത്ത്, വിമൻ, അങ്ങനെ എല്ലാവരും തന്നെ ഈ ഒരു എജിറ്റേഷനിൽ പങ്കാളികളായി, ഈ ഒരു സ്ട്രഗിളിൽ പങ്കാളികളായി. ഒരുപാട് ലീഡേഴ്സ് അവരുടെ കോൺഗ്രസ് റേഡിയോ ഉപയോഗിച്ച് ജനങ്ങളുടെ മുമ്പിൽ വരാതെ തന്നെ തങ്ങളുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു. അത്തരത്തിലുള്ള ലീഡേഴ്സാണ് ജയപ്രകാശ് നാരായണൻ, രാം മനോഹർ ലോഹ്യ, അരുണ അസഫ് അലി, സുജേത കൃപലാനി. ഇവരെല്ലാം ഹൈഡ് ചെയ്തും കൊണ്ടാണ്, അതായത് ഒളിച്ചു നിന്നും കൊണ്ടാണ് തങ്ങളുടെ പോരാട്ടം നടത്തിയത്. സോ ദേ യൂസ്ഡ് കോൺഗ്രസ് റേഡിയോ ഫോർ ദ പേർപ്പസ്. ദേ കമ്മ്യൂണിക്കേറ്റഡ് വിത്ത് ആക്ടിവിസ്റ്റ് ത്രൂ കോൺഗ്രസ് റേഡിയോ വിച്ച് ഓപ്പറേറ്റഡ് സീക്രട്ട്ലി ഫ്രം ബോംബെ. അപ്പോൾ ബോംബെയിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു റേഡിയോ വഴിയാണ് തങ്ങളുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ പ്രവർത്തകരിലേക്ക് എത്തിച്ചിരുന്നത്. അങ്ങനെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും വയലൻ്റ് ആയി മാറി ഈ ഒരു പ്രക്ഷോഭം. അപ്പോൾ ഗാന്ധിജി ആ സമയത്ത് ഫാസ്റ്റിംഗ് നടത്തുകയാണ് ചെയ്യുന്നത്. 21 ഡേ ഫാസ്റ്റിംഗ് നടത്തി. അങ്ങനെ പല ഇൻ്റർനാഷണൽ പേപ്പേഴ്സും അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ന്യൂസ് പേപ്പേഴ്സ് എല്ലാം ഇതിൽ ഇടപെട്ടു. ഗാന്ധിജിയുടെ റിലീസിനായി, ജയിലിൽ നിന്ന് മോചിപ്പിക്കാനായി അവരാവശ്യപ്പെട്ടു. അങ്ങനെ ഗാന്ധിജി തൻ്റെ 21 ദിവസം നീണ്ടു നിൽക്കുന്ന ഫാസ്റ്റിംഗ്, നിരാഹാര സത്യാഗ്രഹമെല്ലാം കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ആ ഒരു സമയത്താണ് ചില പ്രദേശങ്ങളെല്ലാം ലിബറേറ്റഡ് ആയി, അതായത് അവ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് മാറി സ്വതന്ത്ര ഗവൺമെൻറ്റുകളായി മാറുന്നത്. അങ്ങനെ അവിടെ ടെമ്പററി ഗവൺമെൻറ് വരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ബ്രിട്ടീഷ് കൺട്രോളിൽ നിന്നും മാറിയ അത്തരത്തിലുള്ള പ്രദേശങ്ങളാണ് ബലിയ, സത്താറ, ടാംലുക്. ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ബംഗാൾ എന്നിവിടങ്ങളിലായിരുന്നു ടെമ്പററി ഗവൺമെൻറ് വന്നത്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യയോടനുബന്ധിച്ച് വന്നിട്ടുള്ള ഒരു പ്രധാന മാറ്റം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ടെമ്പററി ഗവൺമെൻറ് വന്നു. അപ്പോൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ്? ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ബംഗാൾ എന്നിവിടങ്ങളിലെ ചില പ്രദേശങ്ങളിൽ ടെമ്പററി ഗവൺമെൻറ് ഉണ്ടാവുക ചെയ്തത്. ബലിയ, സത്താറ, ബലിയ UP-യിലെ, അതുപോലെ സത്താറ മഹാരാഷ്ട്ര, ടാംലുക് ബംഗാൾ എന്നിവിടങ്ങളിലാണ് ടെമ്പററി ഗവൺമെൻറ് വന്നിട്ടുള്ളത്. ചിന്ന പാണ്ഡ്യയുടെ നേതൃത്വത്തിലായിരുന്നു UP-യിൽ ബലിയയിൽ ഒരു ഗവൺമെൻറ് വന്നത്. നാനാ പാട്ടേലിൻ്റെ ലീഡർഷിപ്പിൽ വന്നിട്ടുള്ളതാണ് സത്താറയിലെ ഒരു പാരലൽ ഗവൺമെൻറ് അഥവാ ടെമ്പററി ഗവൺമെൻറ്. ബംഗാളിലെ ടാംലുക്കിലുള്ള ഗവൺമെൻറ് അവിടെ ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തി. അതായത് സ്കൂളുകൾക്ക് വേണ്ടുന്ന ഫണ്ടുകൾ നൽകി, കോർട്ടുകളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതുപോലെ സർപ്ലസ് ഗ്രെയിൻസ്, ആവശ്യത്തിൽ അധികം ഉണ്ടായിട്ടുള്ള ധാന്യങ്ങളെല്ലാം പാവപ്പെട്ടവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്തു, അതായത് നൽകുകയും ചെയ്തു. അപ്പം ഇത്തരത്തിൽ ഒരു ടെമ്പററി ഗവൺമെൻറ് വന്നിട്ടുള്ളതാണ് ക്വിറ്റ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ടെമ്പററി ഗവൺമെൻറ് ഉണ്ടാവുക എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ലക്ഷ്യം, നമ്മുടെ ഏർജൻറ്റ് നീഡ് എന്തായി മാറി? ഫ്രീഡം ആൻഡ് ഏർജൻറ്റ് ഗോൾ. സോ ദ ഇമ്പോർട്ടൻറ്റ് തിങ് ഓഫ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ഈസ് ഫ്രീഡം ആൻഡ് ഏർജൻറ്റ് ഗോൾ. നമ്മുടെ ഫ്രീഡം എന്ന് പറയുന്നത് ഒരു ഏർജൻറ്റ് ഗോളായി മാറി. അതുപോലെ ടെമ്പററി ഗവൺമെൻറ് വന്നു. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ലീഡേഴ്സ് ഇല്ലെങ്കിൽ കൂടി അവർ കമ്മ്യൂണിക്കേഷൻ നടത്തിയത് കോൺഗ്രസ് റേഡിയോ വഴിയായിരുന്നു. സമൂഹത്തിൻ്റെ എല്ലാത്തിൽപ്പെട്ട ആളുകളും, സ്റ്റുഡൻസ്, യൂത്ത്, വർക്കേഴ്സ്, വിമൻ എല്ലാവരും തന്നെ ഈ ഒരു മൂവ്മെൻറ്റിൽ പങ്കാളികളായി. അപ്പോൾ ആ സമയത്ത് ഗാന്ധിജി ജയിലിലായിരുന്നു, അദ്ദേഹം ഫാസ്റ്റിംഗ് നടത്തി. എന്നിരുന്നാലും ഈ പ്രക്ഷോഭം ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും വ്യാപിക്കാനിത് ഇടയാക്കി. കാരണം എന്താണ്? എല്ലാവരിലും ആ ഒരു ബോധമുണ്ടായി. ഗാന്ധിജിയുടെ ആ ഒരു മന്ത്ര, ഡു ഓർ ഡൈ, ആ ഒരു മന്ത്ര എല്ലാവരെയും വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. ഇങ്ങനെയൊരു ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് വരാനുള്ള കാരണം എന്താണ്? വേൾഡ് വാർ ടൈമിൽ ഇന്ത്യയുടെ സപ്പോർട്ട് ബ്രിട്ടൻ ആവശ്യമായി വന്നു. ആ ഒരു സപ്പോർട്ട് ലഭിക്കുന്നതിനായി സ്റ്റാഫോർഡ് ക്രിപ്സ് ഇന്ത്യയിലേക്ക് വരിക ചെയ്ത്. അങ്ങനെ സ്റ്റാഫോർഡ് ക്രിപ്സിൻ്റെ ആ ഒരു പെർsuasion, ഇവിടെ ഇന്ത്യക്കാർ അതിന് തയ്യാറായില്ല. അങ്ങനെ വന്നിട്ടുള്ള ഒരു മൂവ്മെൻ്റാണ് ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ഇപ്പോൾ ആ സമയത്ത് നേതാക്കൾക്കെല്ലാം തന്നെ ഇവിടെ ഇന്ത്യക്കൊരു സ്വാതന്ത്ര്യം കിട്ടണം എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഒരു ടെമ്പററി ഗവൺമെൻറ് ഉണ്ടാക്കി, അവിടെ പല പ്രവർത്തനങ്ങളെല്ലാം നടത്തി. അങ്ങനെ വന്നിട്ടുള്ള മൂവ്മെൻ്റാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ഇന്ത്യ വിടുക, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്നാണ് ആ മൂവ്മെൻറ്റിൻ്റെ ലക്ഷ്യം. അങ്ങനെ പവർ വിട്ടു നൽകുക എന്ന ഒരു കാര്യം ഏറ്റവും അത്യാവശ്യമായി മാറി. അതായത് ബ്രിട്ടീഷുകാർ അവരുടെ പവർ ഇന്ത്യക്ക് നൽകുക എന്നുള്ള ഒരു ആവശ്യം അവിടെ വരികയാണ് ചെയ്തത് ഈ ഒരു മൂവ്മെൻറ്റിലൂടെ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് ഡൽഹി ചലോ. അപ്പോൾ ഇവിടെ നമുക്ക് സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. കാരണം അദ്ദേഹം ഗാന്ധിജിയുടെ അഭിപ്രായങ്ങളുമായി വ്യത്യസ്തത പുലർത്തിയിരുന്ന ഒരാളായിരുന്നു ഗാന്ധിജി.
ഗാന്ധിജി എങ്ങനെയായിരുന്നു? ഗാന്ധിജി നോൺ വയലൻസ് ആണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ സുഭാഷ് ചന്ദ്രബോസ് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചു. അതുപോലെ തന്നെ ഫോർവേഡ് ബ്ലോക്ക് എന്ന പാർട്ടിക്ക് രൂപം കൊടുത്തു. അങ്ങനെ ഇന്ത്യയിലേക്ക് സിംഗപ്പൂരിൽ നിന്നും ആർമിയുടെ സഹായത്തോടുകൂടി ഇവിടെ വരികയാണ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു പോരാട്ടത്തിൽ അവർ വിജയിക്കുന്നില്ല. അവർ ബ്രിട്ടീഷേഴ്സിൻ്റെ ക്യാപ്റ്റീവായി അവർ പിടിക്കപ്പെടുകയാണ്, അവർക്ക് കീഴടങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർക്ക് വേണ്ടി നെഹ്റു അടക്കമുള്ളവർ കോടതിയിലെത്തി. അപ്പം അദ്ദേഹം ചില പാംഫ്ലെറ്റ്സ് എല്ലാം അവിടെ ആളുകളുടെ ഇടയിൽ നൽകപ്പെട്ടു. ആ പാംഫ്ലെറ്റ്സിൽ പറഞ്ഞിരുന്ന കാര്യം, ഈ വന്നിട്ടുള്ള ആളുകളെല്ലാം തന്നെ എന്താണ്, അവർ ട്രെയിറ്റേഴ്സ് അല്ല, രാജ്യദ്രോഹികളല്ല, അവർ പാട്രിയോട്സ് ആണ്, രാജ്യസ്നേഹികളാണ് എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ പ്രവർത്തനങ്ങൾ ജനങ്ങളെ, പ്രത്യേകിച്ചും യുവജനങ്ങളെ വളരെയധികം സ്വാധീനിച്ചു. അവരിൽ ഉത്സാഹം ഉണ്ടാക്കാൻ ഇത് ഇടയാക്കി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ടുവേർഡ്സ് ഫ്രീഡം. അപ്പം പല ഭാഗങ്ങളിലും സമരങ്ങളും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പല പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫ്രീഡത്തിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ പോരാട്ടങ്ങൾക്കെല്ലാം ഒരു ഉത്തരമായി നമുക്ക് ഫ്രീഡം ലഭിക്കുകയാണ്. അങ്ങനെ ആ ഫ്രീഡത്തിലേക്ക് കടന്നുകൊണ്ട് തന്നെ നമ്മൾ ഈ ചാപ്റ്റർ ഇതോടുകൂടി, ഈ ഒരു ടോപ്പിക്ക് ഇതോടുകൂടി നമുക്ക് ഈ ചാപ്റ്ററും കൂടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫ്രീഡത്തിലേക്ക് എത്തി. ടുവേർഡ്സ് ഫ്രീഡം. ഇവിടെ 2 പ്രധാന കാര്യങ്ങളാണ്. ഒന്ന് ക്യാബിനറ്റ് മിഷൻ, 1946 മാർച്ചിലെ ക്യാബിനറ്റ് മിഷൻ. അതുപോലെ മൗണ്ട് ബാറ്റൻ പ്ലാൻ, ജൂൺ 3, 1947. ഇപ്പോൾ ക്യാബിനറ്റ് മിഷൻ വരാനുള്ള കാരണം എന്താണ്? ഇന്ത്യക്ക് പവേഴ്സ് കൈമാറാനുള്ള ഒരു കാര്യം ആലോചിക്കാനായി 3 മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു ടീം, അതായത് ബ്രിട്ടീഷ് ക്യാബിനറ്റിലെ 3 മെമ്പേഴ്സ് വരികയാണ് ചെയ്യുന്നത്, ഇന്ത്യയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഡിസ്കസ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ. അതിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? സ്റ്റാഫോർഡ് ക്രിപ്സ് വന്നിട്ടുള്ള ആളാണ് അല്ലേ. അപ്പോൾ അയാളുടെ പെർസുവേഷൻ ഒന്നും ഇവിടെ വിലപ്പോയില്ല. അങ്ങനെ ഈ ഒരു ടീമിൽ ഈ സ്റ്റാഫോർഡ് ക്രിപ്സ് ഉണ്ട്, ബെത്വിക് ലോറൻസ്, അതുപോലെ AV അലക്സാണ്ടർ, ഇത്രയും പേരടങ്ങുന്ന 3 പേരടങ്ങുന്ന ഒരു ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വരികയാണ് ചെയ്യുന്നത് 1946. അവർ വന്നത് എന്തിനാണ്? ടു ഡിസ്കസ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ കൈമാറുന്നതിനെക്കുറിച്ച്, അധികാരം കൈമാറുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഇവർ വന്നിട്ടുള്ളത്. The key proposals included the formation of an interim government under the transfer of power and the establishment of a constituent assembly for drafting a constitution for India. അപ്പോൾ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആദ്യം ഉണ്ടാക്കുക. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, ഭരണഘടന ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന ഒരു ടീം ഓഫ് ആൾക്കാരെ വേണം. അപ്പോൾ അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഇന്ത്യക്ക് പവർ കൈമാറുന്നതിന് മുമ്പ് അതുവരെ ഒരു ഇൻ്ററിം ഗവൺമെൻറ്, ഒരു തൽക്കാല ഗവൺമെൻറ്റിനെ ഫോം ചെയ്യുക. ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിരുന്നു ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വന്നത്. അങ്ങനെ ഈ ഒരു പ്രൊപ്പോസൽസ് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള ആളാണ് ലോർഡ് മൗണ്ട് ബാറ്റൺ. അവസാനത്തെ വൈസ്രോയിയാണ് ലോർഡ് മൗണ്ട് ബാറ്റൺ. 1947 ജൂൺ 3 ഒരു പ്രൊപ്പോസൽ മുന്നോട്ട് കൊണ്ടുവന്നു. അതിലാണ് നമ്മുടെ രാജ്യം രണ്ടായി മാറുന്നത്, ഇന്ത്യയും പാകിസ്ഥാനായി മാറുന്നത്. ആ ഒരു പ്രൊപ്പോസലിൽ പറയുന്നത് എന്താണ്? പാർട്ടീഷനിങ് ദ കൺട്രി ഇൻ ടു ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ആൻഡ് ഗ്രാൻഡിങ് ദം ഇൻഡിപെൻഡൻസ്. അങ്ങനെ അവർക്ക് സ്വാതന്ത്ര്യം നൽകുക, 2 ഭാഗങ്ങളാക്കി മാറ്റുക. ഇന്ത്യ പാകിസ്ഥാൻ അങ്ങനെ 2 ഭാഗങ്ങളാക്കി അവർക്ക് സ്വാതന്ത്ര്യം നൽകുക എന്നുള്ളതായിരുന്നു മൗണ്ട് ബാറ്റൻ പ്ലാൻ. അങ്ങനെ ഓഗസ്റ്റ് 15, 1947 ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആയി. അങ്ങനെ മോഡേൺ വേൾഡ് കണ്ടിട്ടുള്ളതിൽ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മാസ് മൂവ്മെൻ്റ് ആയിരുന്നു ഇന്ത്യയുടെ ഫ്രീഡം മൂവ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രീഡം മൂവ്മെൻറ്റ് കാലത്ത് പലധികം ഒരുപാട് വാല്യൂസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള വാല്യൂസാണ് നോൺ വയലൻസ്, ഡെമോക്രസി, നാഷണൽ യൂണിറ്റി, സെക്യുലറിസം, പ്ലൂറലിസം, സോഷ്യൽ ജസ്റ്റിസ്, എക്കണോമിക് സെൽഫ് സഫിഷ്യൻസി മുതലായവ. അപ്പോൾ ഈ ഒരു വാല്യൂസ് വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ബിൽഡിംഗ് പ്രോസസ്സിൽ നമുക്ക് നമ്മുടേതായ സംഭാവനകൾ നമുക്ക് നൽകാൻ കഴിയും. അപ്പോൾ എക്സാമൊക്കെ വളരെ വളരെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഠിക്കേണ്ടതെല്ലാം വേഗം പഠിക്കുക, പഠിച്ച് മിടുക്കരായിട്ട് അവനവൻ്റെ കോൺട്രിബ്യൂഷൻസ് അവൻ്റെ മാർക്കിൽ കൂട്ടിക്കൊണ്ടുവരിക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.